പിന്നെ ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുത്താലോ? നന്നായി കായ്ക്കാനും പൂവിടാനും ഈ ഒരു ഈസ്റ്റും കഴിക്കാനൊന്നും പറ്റാത്ത രീതിയിലായിട്ടുള്ള പഴം ഉണ്ടാവുമല്ലോ, അതും കൂടി ഉപയോഗിച്ച് ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. ഈ ഒരു വാഴപ്പഴത്തിലെ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ, അങ്ങനെ അതിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട് ഈ പഴത്തിലുണ്ട്. അതുകൊണ്ടാണ് ധാരാളം പൂക്കൾ ഉണ്ടാവാനും കായ ഉണ്ടാവാനൊക്കെ ഇത് സഹായിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അളവിൽ പഴം എടുക്കുക. പഴം അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ചാലും മതി. അതിലേക്ക് ഒരു നുള്ള് ഈസ്റ്റും കൂടി ആഡ് ചെയ്യുക. ഇത് ഒരു ദിവസം ഫെർമെൻറ്റേഷനായിട്ട് വെക്കുക. പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ഉപയോഗിക്കുന്നതെങ്കിലും ധാരാളം സൂക്ഷ്മാണുക്കളെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കാനും ഈസ്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറിന് ശേഷം വേണമെങ്കിൽ നമുക്കിത് ഇരട്ടി വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. ഞാനിത് അടുത്ത ദിവസമാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിലും ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രം ഇത് സ്പ്രേ ചെയ്ത് പഴത്തൊലി ഡയറക്റ്റായിട്ട് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാനും ചെടി നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. ആ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ ബാക്കി വരുന്നത് വീണ്ടും വെള്ളം ഒഴിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.